ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിനകത്തു നിന്നുള്ള പ്രോബ്ലംസുകളാണ് ചെയ്യുന്നത്. അഫ്ക്യാറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസുകളെല്ലാം നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിലത്തെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പെർസെൻറ്റേജ് അറിയണം. ഓക്കെ, സോ ദ ചാപ്റ്റർ നെയിം ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മളിവിടെ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യത്തെ കാര്യം പെർസെൻറ്റേജ് ആണ്. സോ നമുക്ക് ആദ്യം തിയറി ഒന്ന് നോക്കിയിട്ട് കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾക്കറിയാം അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ വാട്ട് ഈസ് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. വാട്ട് ഈസ് ദ ആർ പെർസെൻറ്റേജ് ഓഫ് എക്സ്? ആർ പെർസെൻറ്റേജ് ഓഫ് എക്സ് എന്താണ്? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദ 10% ഓഫ് 25? അതെങ്ങനെ കാണുന്നത്? 25 × 10/100 അല്ലേ, അറിയാം. നമുക്കിവിടെ ആദ്യം തന്നെ അറിയേണ്ടത് ഒരു ക്വാണ്ടിറ്റി ആർ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്താൽ വരുന്ന വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ഫോർമുലാസുകൾ പറയാം. നമുക്കിത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആവശ്യമുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. നമ്മളത് ആർ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുകയാണ്. എങ്ങനെ ഡയഗ്രാം വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ ന്യൂ നമ്പർ? എക്സ് × 1 + r/100 ആണ്. ഇത് ബൈ ഹാർട്ടാക്കി വെക്കാം. എക്സ് എന്ന് പറഞ്ഞ നമ്പർ ആർ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്താൽ വരുന്ന ന്യൂ നമ്പർ വിൽ ബി എക്സ് × 1 + r/100. ദെൻ നമുക്ക് വേറൊരു കാര്യം അറിയേണ്ടത്, എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ആർ പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു. വാട്ട് ഈസ് ദ ന്യൂ നമ്പർ? എക്സ് × 1 - r/100 ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വേറെ കുറച്ച് ഫോർമുലാസുകളും കൂടി നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഈ പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതൊക്കെ എന്താണ് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അല്ലേ? ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഞാൻ വാങ്ങിക്കുകയാണ്, എന്നിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യാണ്. വാങ്ങിക്കുന്ന ആ പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് മാർക്കറ്റ് പ്രൈസാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്യും, മനസ്സിലായില്ലേ? അതാണ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ പക്ഷേ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് അതായിരിക്കില്ല. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആഫ്റ്റർ ഡിസ്കൗണ്ട് അല്ലേ, ശരിയല്ലേ? ഡിസ്കൗണ്ടിന് ശേഷമായിരിക്കും എന്ത് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് വരുന്നത്. CP, MP, SP ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചു, എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രൈസാണ്. അത് കുറച്ച് ഹയർ ആയിരിക്കും അല്ലേ? ഞാനായിരിക്കും ശരിക്കും സെയിൽ ചെയ്യുന്നത് ആ പ്രൈസിനായിരിക്കില്ല, കുറച്ച് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടായിരിക്കും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ്. ഡിസ്കൗണ്ട് ഞാനിവിടെ ഡയഗ്രത്തിൽ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട്. ഇനി നമ്മളിവിടെ അറിയേണ്ടത് വേറെ കുറച്ച് കാര്യങ്ങൾ. പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SP - CP. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിലോ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് അത് കാണണമെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. ദിസ് മച്ച് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല. പിന്നെ ലോസ് എമൗണ്ട് കാണാൻ അറിയാലോ. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ CP ആയിരിക്കും കൂടുതൽ. CP - SP ഇതാണ് ലോസ്. ഓക്കെ ആണല്ലോ. ഇനി പെർസെൻറ്റേജ് ലോസ് ആണെങ്കിലോ? ലോസ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ ഇറ്റ് ഈസ് ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100%. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച്
പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനിയും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ വരും, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ കാര്യങ്ങൾ CP MP SP ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ലോസ് ഇതെല്ലാം ക്ലിയർ ആണ്. പിന്നെ വേറെ കുറച്ച് റിസൾട്ടുകൾ വരും, അത് ഞാൻ പ്രോബ്ലത്തിന് തൊട്ട് മുമ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അഫ്കാറ്റ് 2020 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഞാൻ ഇനീഷ്യലി ഈസി ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? എക്സ് ബൈസ് എ സ്കൂട്ടർ ഫോർ ₹42,000. He spends ₹6,000 on repairs and sells the scooter for $54,000. What is his gain? Percentage profit ആണ് ക്വസ്റ്റ്യൻ. അഫ്കാറ്റ് 2020. ഇപ്പം ഞാൻ ഇനീഷ്യലി ഒരു ഈസി ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നല്ല ടഫാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് ബൈസ് എ സ്കൂട്ടർ ആൻഡ് ഹീ സെയിൽ അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 42 കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 42,000 മാത്രമല്ല, പ്ലസ് പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? 6,000 ഓൺ റിപ്പയേഴ്സ്. ആകെ ചിലവായ കോസ്റ്റ്, അതാണ് കോസ്റ്റ് പ്രൈസ് 6,000. 42,000 പ്ലസ് 6,000 അല്ലേ, ശരിയല്ലേ? അപ്പോൾ എത്ര വരും? 48,000 ഈസ് ദ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ സെല്ലിംഗ് പ്രൈസ് 54,000. ശരിയാണോ? വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. വാട്ട് ഈസ് ദാറ്റ് പ്രോഫിറ്റ്? ഇത് ആക്ച്വലി നിങ്ങൾ എക്സാമിന് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്ര സ്റ്റെപ്പൊന്നും വേണ്ട. ഇത് ഞാൻ എഴുതുന്നത് ക്ലിയർ ആവാൻ വേണ്ടി എഴുതുന്നതാണ്. സ്റ്റെപ്പുകളെല്ലാം മിനിമം സ്റ്റെപ്പിലാണ് ആൻസർ കിട്ടേണ്ടത്. ഞാനിവിടെ എല്ലാ സ്റ്റെപ്പും കാണിക്കുകയാണ് ക്ലിയർ ആവാൻ വേണ്ടി. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈക്വൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പെർസെൻറ്റേജ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. അത് 6,000. ശരിയാണല്ലോ അല്ലേ? ചെക്ക് ചെയ്യാം, കറക്റ്റാണ്. ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 48,000 അല്ലേ, ശരിയല്ലേ? ഇൻറ്റു 100 ദാറ്റ് മച്ച് പെർസെൻറ്റേജ്. ഇവിടെ 0 കട്ട് ചെയ്യാം, 3 zeros ഡിലീറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് എത്ര വരും? 600/48 വരും അല്ലേ, ശരിയല്ലേ? അത് എത്ര വരും? കാൽക്കുലേഷൻ ഞാനിവിടെ കാണിക്കണില്ല. ഓക്കെ, ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 12.5% കിട്ടും. ഒന്ന് ചെയ്തു നോക്കുകയുള്ളൂ അല്ലേ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോയാലോ. ഇത് അഫ്കാറ്റ് 2024. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് കുറച്ച് ടഫാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എൻ ആർട്ടിക്കിൾസ് marked price is 50% more than the selling price and 100% more than the cost price. If the selling price is increased by 20%, the difference between the profit earned in both transactions is 2,000. What is the cost price of the article? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യും? എന്തെങ്കിലും ഐഡിയ? ഇവിടെ നമുക്ക് നോക്കാം. ഇൻ ആർട്ടിക്കിൾസ് മാർക്കറ്റ് പ്രൈസ് ഇസ് 50% മോർ ദാൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് 100% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ. കോസ്റ്റ് പ്രൈസ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും അല്ലേ. കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് മാർക്കറ്റ് പ്രൈസ്, ദെൻ സെല്ലിംഗ് പ്രൈസ്, ഇങ്ങനെയാണല്ലോ വരുന്നത്. കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് ഇമാജിൻ ചെയ്തേക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് 50% മോർ ദാൻ ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് എനിക്കറിയില്ല, അതവിടെ ഇരിക്കട്ടെ. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് ഇസ് 50% മോർ ദാൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് 100% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ആണ് അല്ലേ, ശരിയല്ലേ? മാർക്കറ്റ് പ്രൈസ് ഈസ് 100% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്.
അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നമ്പറിന് 100% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കിട്ടും. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ നോക്കിയില്ല അല്ലേ. മാർക്കറ്റ് പ്രൈസ് ഇസ് 100% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് മീ റൈറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. ഞാനിവിടെ മാർക്കറ്റ് പ്രൈസ് ഒന്ന് എഴുതട്ടെ. ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും ക്ലിയർ ആവാൻ വേണ്ടി സ്റ്റെപ്പ് എഴുതാണ്. സോ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഒരു നമ്പറിന് 100% ഇൻക്രീസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ. എക്സിന് 6% ഇൻക്രീസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ് ഇൻറ്റു 1+r/100. അങ്ങനെ ഒരു ഫോർമുല പറഞ്ഞു തന്നിരുന്നല്ലോ അല്ലേ. എക്സ് ഇൻറ്റു 1+r/100. അപ്പോൾ ദിസ് ഇസ് 2x. മാർക്കറ്റ് പ്രൈസ് 2x ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. ആ സെല്ലിംഗ് പ്രൈസ് അറിയില്ല എന്താണെന്ന്. ഇന്നൊന്ന് വായിച്ചു നോക്കി. ശരി, വേറെ കണ്ടീഷൻ എന്തെങ്കിലും? മാർക്കറ്റ് പ്രൈസ് ഇസ് 50% മോർ ദാൻ ദ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2x ആണെന്ന് കിട്ടി, വിച്ച് ഈസ് 50% മോർ ദാൻ സെല്ലിംഗ് പ്രൈസ് അല്ലേ. അപ്പോൾ 2x = SP ഇൻറ്റു 1+50/100 എന്ന് നേരെ എഴുതാമല്ലോ അല്ലേ. കാരണം SP-നേക്കാളും 50% കൂടുതലാണ് MP. അപ്പോൾ SP-നെ 50% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് MP കിട്ടുന്നത്. അതുകൊണ്ടാണ് SP ഇൻറ്റു 1+50/100 2x ആയത്. സോ 2x = SP ഇൻറ്റു ഇതെങ്ങനെ വരാം? 1+1/2 അല്ലേ. ദാറ്റ് ഈസ് 3/2. നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. SP = 4x/3 എന്ന് കിട്ടും. ശരിയല്ലേ? നോക്കിയേ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി മിനിമം സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. മിനിമം സ്റ്റെപ്സ്. 3/2 ഇങ്ങോട്ട് പോട്ടെ. സോ വാട്ട് ഹാപ്പൻസ്? SP = 2x ഇൻറ്റു 2/3 എന്ന് കിട്ടും. നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും ശരിയല്ലെന്നൊന്ന് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 1+12 3/2. യെസ്. അപ്പോൾ 3/2 അങ്ങോട്ട് പോയപ്പോൾ 2/3 ആയി. സോ വാട്ട് ഈസ് SP? SP = 4x/3 എന്ന് കിട്ടി. 4x/3 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതട്ടെ അത്. SP = 4x/3. നമുക്ക് എന്താ വേണ്ടത്? ഇനി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഇവിടെ സെല്ലിംഗ് പ്രൈസ് 4x/3 ആണ്. അതിന് ഞാൻ വീണ്ടും 20% ഇൻക്രീസ് ചെയ്യാണ്. വാട്ട് ഇസ് ദ ന്യൂ സെല്ലിംഗ് പ്രൈസ്? ഇതാണ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. അതിന് 20% ഇൻക്രീസ് ചെയ്യാണ്. വായിച്ചു നോക്ക്. അപ്പോൾ ദ ന്യൂ സെല്ലിംഗ് പ്രൈസ്, ന്യൂ SP = 4x/3ന് 20% ഇൻക്രീസ് ചെയ്താൽ എന്താ കിട്ടും? 4x/3 ഇൻറ്റു 1+20/100 വരും അല്ലേ. ശരിയല്ലേ? ദിസ് വൺ ഈസ് ഇൻക്രീസ് ബൈ 20%. അപ്പോൾ 4x/3 ഇൻറ്റു 1+1/5 അല്ലേ, 6/5. ഇത് റെഡ്യൂസ് ചെയ്താൽ മതി. 20/100 ചെയ്താൽ 1/5, 6/5 വരും. കാൽക്കുലേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 8x/5 വരും. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഇവിടെ എഴുതി വെക്കാം, 8x/5. ഇത് ക്ലിയർ ആയല്ലോ. നമ്മളിങ്ങനെ ഡയഗ്രാം പോലെ വരച്ച് പോവാം, എന്നാലേ ക്ലിയർ ആവുള്ളൂ ഇത്. എന്നിട്ട് നമ്മളടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫിറ്റ്സ് ഏൺ ഇൻ ബോത്ത് ട്രാൻസാക്ഷൻ ഈസ് 2000. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 4x/3 സെയിൽ ചെയ്താൽ അതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. 8x/5 സെയിൽ ചെയ്യുന്നത് സെക്കൻഡ് ട്രാൻസാക്ഷൻ. ഈ രണ്ട് കേസിലുള്ള ട്രാൻസാക്ഷൻസ് ഇല്ലേ, അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് അല്ലേ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫിറ്റ്സ് ഈസ് 2000.